പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മാച്ച് കാർഡുകളെ സംബന്ധിച്ചാണ്. അടുത്ത സ്മാക്ഡൗണിലേക്ക് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് വേഴ്സസ് പ്രിറ്റി ഡെഡ്ലി എന്നുള്ള ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസും ഏഞ്ചൽ ഹുംബർട്ടോ തുടങ്ങിയവരുടെ ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മ എന്ന ടീമിലെ ടീം അംഗങ്ങളുമായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. കിടിലമായിട്ടുള്ളൊരു ടാഗ് ടീം മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രിറ്റി ഡെഡ്ലിയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ വിജയത്തിന് തടസ്സമായില്ല. ഇതിനെ തിരിച്ചടിച്ചുകൊണ്ടുള്ള മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ പ്രകടനവും ഇവർ ഏഞ്ചൽ ഹുംബർട്ടോ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടാഗ് മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ DIY ടീം അഥവാ നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാർ പ്രിറ്റി ഡെഡ്ലിയോട് സംസാരിക്കുന്നുണ്ട്. തുടർന്നാണ് പിന്നീട് ഈ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസുമായിട്ട് പ്രിറ്റി ഡെഡ്ലിയുടെ ഒരു ടാഗ് ടീം മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്യുന്നത്. കൂടാതെ LA നൈറ്റ് വേഴ്സസ് ടാമ ടോങ്ക തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിയെ സംബന്ധിച്ച് പങ്കുവെക്കാനാണെങ്കിൽ കുറച്ചധികം പോയിന്റുകൾ പറയാനുണ്ട്. അതായത് ബ്ലഡിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ച് മൊത്തത്തിൽ പറയേണ്ടി വരും. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാർമെലോ ഹെയ്സ് വേഴ്സസ് ജിമ്മി ഊസോ തമ്മിലുള്ള സിംഗിൾസ് മത്സരം കാണാൻ സാധിച്ചു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഇവർ തമ്മിലുള്ള സിംഗിൾസ് മത്സരം അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിമ്മി ഊസോ സ്പ്ലാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോർണറിൽ ടേൺ ബക്കിളിൽ കയറി നിൽക്കുന്ന സമയത്ത് ഒരറ്റത്ത് ജക്കബ് ഫാറ്റു വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ടാമ ടോങ്ക ജിമ്മി ഊസോയെ ബാക്കിലൂടെ വന്നിട്ട് തള്ളിയിടുന്നു. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നു. അതിനുശേഷം ജക്കബ് ഫാറ്റുവും ടാമ ടോങ്കയും ചേർന്നുകൊണ്ട് ജിമ്മി ഊസോയെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു. ഈ ആക്രമണം കഴിഞ്ഞതിന് ശേഷം കാർമെലോ ഹെയ്സ് അവനെ നിങ്ങൾ അടിച്ചത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ജക്കബ് ഫാറ്റുവിൻ്റെ തോളത്തുനിന്ന് കൈയിട്ടു എന്ന് തട്ടാൻ ശ്രമിച്ചു. ജക്കബ് ഫാറ്റു അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന കാർമെലോ ഹെയ്സിനെയും ആക്രമിച്ചു. ആ ഒരു സമയത്താണ് സോളോ സിക്കോവയുടെ റിട്ടേൺ അവർ ആ ഒരു ഭാഗത്ത് കാണിച്ചത്. ഓൾറെഡി സോളോ സിക്കോവയുടെ സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോളോ സിക്കോവ റിങ്ങിലേക്ക് വന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരൊറ്റ വാക്ക് പറയാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരൊറ്റ വാക്ക് പറയാൻ ആളുകൾ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൂവി അവിടെ നിന്ന് ഓടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒറ്റ വാക്ക് പോലും പറയാതെ മൈക്ക് നിലത്തിട്ടുകൊണ്ടും സോളോ സിക്കോവ കാണികളുടെ ഇടയിലൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ജക്കബ് ഫാറ്റു അങ്ങനെ ടാമോ ടോങ്ങയും ഒക്കെ വലിയ രീതിയിൽ ഞെട്ടി നിൽക്കുന്ന സമയത്ത് ജക്കബ് ഫാറ്റു ആ മൈക്ക് എടുത്തുകൊണ്ട് പറയുന്നത്, നിങ്ങളെല്ലാവരും നിരാശപ്പെടുത്തി, പക്ഷേ ഞങ്ങളിതൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വെറുക്കേണ്ടി വരും, ഞങ്ങൾ എല്ലാവർക്കും വലിയൊരു എതിരാളികളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി നിൽക്കുന്ന സമയത്താണ് LA നൈറ്റിൻ്റെ ആ ഒരു മ്യൂസിക് പ്ലേ ആകുന്നത്. LA നൈറ്റ് പിറകിലൂടെ വന്ന് ഇവരെ ആക്രമിക്കുന്നു. അതേ സമയത്ത് ഇവർ തിരിച്ചടിക്കുന്നുണ്ട്. ആ സമയത്ത് ബ്രോൺ സ്ട്രോമിൻ്റെ തിരിച്ചുവരവ്, ബ്രോൺ സ്ട്രോമിനും റിങ്ങിലേക്ക് വരുന്നു. ബ്രോൺ സ്ട്രോമൻ ജക്കബ് ഫാറ്റുവുമായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുന്നു. എന്നാൽ ഒരു ഫൈറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ടാമ ടോങ്ക ജക്കബ് ഫാറ്റുവിൻ്റെ കാല് പിടിച്ച് റിങ്ങിൻ്റെ പുറത്തേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നില്ല. പക്ഷേ അടുത്ത സ്മാക്ഡൗണിലേക്ക് ഈ സിംഗിൾസ് മത്സരം LA നൈറ്റും ടാമ ടോങ്കയും തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകേണ്ടത് അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരു കിടിലൻ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ജക്കബ് ഫാറ്റു വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. ജക്കബ് ഫാറ്റുവിന് നിറഞ്ഞാടാൻ പറ്റുന്ന ഒരു സിംഗിൾസ് മത്സരമാണ് ബ്രോൺ സ്ട്രോമനെതിരെ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം അടുത്ത ഞായറാഴ്ച നമുക്ക് TV സ്പെഷ്യൽ എപ്പിസോഡായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻ്റ് ആണ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന WWE അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ആ ലാഡർ മത്സരത്തിൻ്റെ കോൺട്രാക്ട് സൈനിങ് മത്സരമാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ആ ലാഡർ മത്സരത്തിൽ പങ്കെടുക്കുന്ന കോഡി റോഡ്സും കെവിൻ ഓവൻസും കോൺട്രാക്ട് സൈൻ ചെയ്തില്ലെങ്കിൽ ഈ മത്സരം റദ്ദാക്കുമെന്നുള്ളതും ഇപ്പോൾ നിക് ഓൾഡിസ് എന്ന സ്മാക്ഡൗൺ ജനറൽ മാനേജർ കൺഫേം ചെയ്യുന്നുണ്ട്. നിക് ഓൾഡിസിന് പകരം ഈ ഒരു കോൺട്രാക്ട് സൈനിങ് സംഘടിപ്പിക്കുന്നത് NXTയുടെ ജനറൽ മാനേജറും WWE ഹോൾ ഓഫ് ഫെയിമറും എക്കാലത്തെയും മികച്ച റെസ്ലേഴ്സിൽ ഒരാളായ ഷോൺ മൈക്കിൾസ് ആയിരിക്കും എന്നുള്ളതും നിക് ഓൾഡിസ് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇരുവരും ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ ഇത് റദ്ദാക്കുമെന്നും
കൃത്യമായിട്ട് നിക്ക് ഓൾഡിസ് കോഡി റോഡ്സിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കെവിൻ ഓവൻസിൻ്റെ സെഗ്മെൻറ്റ് മത്സരം കാണാൻ സാധിച്ചു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് റെയ് മിസ്റ്റീരിയോയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. റേ വന്നിട്ട് റോയൽ റംബിളിലേക്കുള്ള റെയ് മിസ്റ്റീരിയോയുടെ എൻട്രി പ്രഖ്യാപിക്കുന്നു. റെയ് മിസ്റ്റീരിയോയുടെ ഫാമിലിയൊക്കെ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കെവിൻ ഓവൻസ് കയറി വരുന്നു. കെവിൻ ഓവൻസ് കയറി വന്നിട്ട് താനാണ് യഥാർത്ഥ WWE ചാമ്പ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ റേ പറയുന്നുണ്ട് കോഡിയാണ് യഥാർത്ഥ ചാമ്പ്യൻ, നിനക്ക് മാനസികമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് അതൊരു ഫൈറ്റിലേക്ക് പോകുന്നു. തുടർന്ന് വന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളിലൂടെ റെയ് മിസ്റ്റീരിയോയ്ക്ക് കെവിൻ ഓവൻസിനെതിരെയുള്ള ഒരു സിംഗിൾസ് മത്സരം നിക്ക് ഓൾഡിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന സിംഗിൾസ് മത്സരം കിടിലമായിട്ടുള്ള ഒരു സിംഗിൾസ് മത്സരം തന്നെയായിരുന്നു. മത്സരത്തിൽ കെവിൻ ഓവൻസ് പിൻഫോളിലൂടെ റെയ് മിസ്റ്റീരിയോയെ പരാജയപ്പെടുത്തി. അതിനുശേഷം റെയ് മിസ്റ്റീരിയോയെ ആക്രമിക്കാൻ ശ്രമിച്ച കെവിൻ ഓവൻസിനെ അടിക്കാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സ് വരുന്നു. കോഡി റോഡ്സും കെവിൻ ഓവൻസും തമ്മിലുള്ള പതിവ് പോലെയുള്ള ഒരു ഫൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സും റെഫറിയും ഒഫീഷ്യൽസും വന്ന് പിടിച്ചു മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീടാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. അതിന് മുൻപത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിക്ക് ഓൾഡിസ് ഓരോരുത്തരുടെയും അടുത്ത് പോയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറയുമ്പോൾ കോഡി ആദ്യം പറയുന്നത് കെവിൻ ഓവൻസ് സൈൻ ചെയ്താലേ സൈൻ ചെയ്യൂ എന്നും, കെവിൻ ഓവൻസ് പറയുന്നത് കോഡി സൈൻ ചെയ്താലേ സൈൻ ചെയ്യൂ എന്നാണ്. അപ്പോൾ ഇരുവർക്കും ഈഗോ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇതൊരു പേഴ്സണൽ ഒരു സ്റ്റോറി ആക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടാതെ കോഡി റോഡ്സും കെവിൻ ഓവൻസും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നടക്കുന്നത് നിക്ക് ഓൾഡിസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ താൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ സൈൻ ചെയ്യാത്ത ആൾക്കാർ ഫൈറ്റ് ചെയ്ത് നടക്കുമ്പോൾ ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മറ്റുള്ള ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നിക്ക് ഓൾഡിസ് ഷോൺ മൈക്കിൾസിന് ഇതിൻ്റെ ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആ സെഗ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. മെയിൻ ഇവൻറ്റിൽ പുതിയ WWE വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ നമ്പർ 1 കണ്ടറായ ബെയ്ലിക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഇതും നല്ല മനോഹരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. റിംഗ് സൈഡിൽ മത്സരം കാണാൻ വേണ്ടി ഫോർമർ NXTയുടെ വുമൻസ് ചാമ്പ്യനായ റോക്സിനി പെരസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ NXTയുടെ വീക്ക്ലി എപ്പിസോഡിൽ പോയിട്ട് റോക്സിനി പെരസും ബെയ്ലിയും തമ്മിലുള്ളൊരു ബ്രൗൾ ബെയ്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്നുള്ള ഒരു മറുപടി റോക്സിനി പെരസ് സ്മാക്ഡൗണിൽ വന്നിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. എന്നാലും ടിഫനി സ്ട്രാറ്റൻ മത്സരത്തിൽ വിജയിച്ചത് റോക്സിനി പെരസിൻ്റെ സഹായത്തോട് കൂടിയാണെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ആദ്യ ടൈറ്റിൽ ഡിഫൻസ് കിടിലൻ മത്സരത്തോടു കൂടി ടിഫനി സ്ട്രാറ്റൻ്റെ വിജയത്തോടു കൂടി നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. ബെയ്ലി വേഴ്സസ് റോക്സിനി പെരസ് തമ്മിലുള്ള സ്റ്റോറി ഇനി വരുന്ന സ്മാക്ഡൗൺ NXT വീക്ക്ലി എപ്പിസോഡുകളിലൂടെ മുന്നോട്ട് പോകും. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.